അങ്ങനെയുള്ളവർക്ക് എതിരെയാണ് നമ്മൾ ഇങ്ങനെ നിയമ നടപടികളായിട്ട് പോകുന്നത്. വിവാനാണെന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പലവട്ടം പറഞ്ഞു കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കൂടി ഒരു ഇതുമില്ലാണ്ട് മെസ്സേജ് ഇട്ട് പല അക്കൗണ്ടിൽ നിന്ന് ഒക്കെ അതൊക്കെ പുള്ളി എഗ്രി ചെയ്യുന്നുണ്ട്. അതെ ഞാൻ ചെയ്തു എന്നൊക്കെ. പിന്നെ നമ്മൾ തെളിവ് സഹിതമാണ് അവിടെ കൊടുത്തത് കേട്ടോ. അതുകൊണ്ട് പുള്ളിക്കൊന്നും അല്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പുള്ളിക്ക് സമ്മതിച്ചേ പറ്റും. ഇതുപോലുള്ള വിവാന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആരെ വേണമെങ്കിലും നമുക്ക് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ ആരെ വേണം മീൻസ് മോശം ഇതുപോലുള്ള ഇതിനെക്കാട്ടിയൊക്കെ മോശം കമന്റ്സ് ഇടുന്നവർക്കെതിരെ നമുക്കൊരു കംപ്ലൈന്റ് കൊടുത്താൽ ആളെ പൊക്കാവുന്നതേ ഉള്ളൂ. നിയമപരമായിട്ട് വേണമെങ്കിൽ നിയമപരമായിട്ട് പോവാം. ഇന്നത്തെ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും കുട്ടികൾക്കെതിരെ മോശം കമന്റ് ഇട്ട 2 പേരെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത കരളലിയിപ്പിക്കുന്ന കഥയാണ്. ഒന്ന്, നിങ്ങൾ ഇപ്പോൾ വീഡിയോ കണ്ടതുപോലെ ശ്രീകുട്ടി എന്ന് പറയുന്ന ആക്ടർ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് അവർക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട്. അവരുടെ മകള് ഒരു 10 വയസ്സെന്തോ പ്രായമുള്ള ഒരു കൊച്ചു കുട്ടിയുണ്ട്. അപ്പം ആ കുട്ടിയുടെ ചാനൽ അല്ലെങ്കിൽ ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന ശ്രീകുട്ടി എന്ന് പറയുന്ന ആളുടെ ചാനലിൽ വന്നിട്ട് ഒരാള് സ്ഥിരം കമന്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. യൂട്യൂബ് ചാനലിലാണ് കമന്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവർ ആദ്യം ബ്ലോക്ക് ആക്കി, പിന്നെയും മറ്റൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വന്നിട്ട് പിന്നെയും കമന്റ് ഇടുന്നു, പിന്നെയും ബ്ലോക്ക് ആക്കുന്നു, കമന്റ് ഇടുന്നു, ബ്ലോക്ക് ആക്കുന്നു, കമന്റ് ഇടുന്നു. അങ്ങനെ ഒരു വർഷമായിട്ട് വളരെ വൃത്തികെട്ട രീതിയിലൊക്കെ മോശം കമന്റ് ഇട്ട് അവസാനം അവർ സഹി ഇട്ടിട്ട് പോലീസിൽ കൊണ്ടുവന്ന് കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. ഒരു 3 മാസം മുന്നേ നടന്ന ഒരു സംഭവമാണ്. റീസെന്റ് പോലീസ് പുള്ളിയെ അറസ്റ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ സംഭവം. ഈ ഒരു സംഭവത്തിന്റെ 2 ഇല ഞാനിങ്ങനെ മുറിച്ചിവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഓടിക്കണം, എന്നിട്ട് ഇങ്ങനെ ആക്കണം. ജോബില് അത് മോളെ കൊണ്ടുപോയി ചെയ്ത വയനാട് പോയി ചെയ്ത വീഡിയോ ആണ്. ആ വീഡിയോയുടെ കൺബോക്സിലാണെങ്കിൽ അദ്ദേഹം ഒരു അച്ഛൻ ഒരിക്കലും കാണാൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ, നമുക്ക് ഒരു കുഞ്ഞിനെ കുറിച്ച് ഒരിക്കലും നമുക്കിത് വായിച്ചു നോക്കാൻ പോലും അത്രയും ഉറപ്പ് വരുന്ന രീതിയിൽ ഈ മനുഷ്യൻ കമന്റ് ഇട്ടിരിക്കുകയാണ്. ഇതാണ് അയാളിട്ട കമന്റ്. ജോയി ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ കമന്റ് ആണ്. തൊട്ടടുത്ത് നിൽക്കുന്ന കൊച്ചിന്റെ തൊട്ടടുത്തുള്ള അറ്റി നോട്ട് ഇതാണ് അവനിട്ടിരിക്കുന്ന കമന്റ്. ഒരു കമന്റ് മാത്രമല്ല, ഇനി ബാക്കിയുള്ള കമന്റ് കാണണം. അടുത്ത കമന്റ് അല്ലേ, നീയോളെ നേരത്തെ അറിയാം. അപ്പൊ പിന്നെ രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ്ബുക്കിൽ ജോബി ചുമന്നമണ്ണെന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗറുണ്ട്. പുള്ളിക്കാരുടെ മകളുമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്നിട്ട് വളരെ മോശമായിട്ട് ഒരു തെണ്ടി എന്ന് വേണമെങ്കിൽ പറയാം കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പുള്ളിയെ പോലീസ് കൈയോടെ പൊക്കി. അപ്പം ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ കാലത്ത് വളരെ ഈസി ആയിട്ട് സൈബർ പോലീസിൽ നിങ്ങളെ പൊക്കാൻ പറ്റും. അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ജിമെയിൽ പോലത്തെ എന്ത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുക്കും. അപ്പം സൈബർ പോലീസ് ഈ ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും അവരോട് ഈ ഫോൺ നമ്പർ ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു യൂസറിന്റെ ഡീറ്റെയിൽസ് പോലീസ് ആവശ്യപ്പെട്ടാൽ ഈ പറയുന്ന ടീംസിന് ഇത് കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർ, വളരെ മോശം കമന്റ് ഇടുന്ന ആൾക്കാരെയൊക്കെ വളരെ ഈസി ആയിട്ട് പൊക്കാൻ പറ്റൂടെ. ഇപ്പം റോക്കിംഗ് ഷിബി അനലൈസിംഗ് ഇൻഡെക്സ് പ്രകാരം, അതായത് എന്റെ തന്നെ അനലൈസിംഗ് പ്രകാരം പണ്ടത്തെ പോലെ അല്ല, ഫേസ്ബുക്കിൽ ഇപ്പം ഒരുപാട് ആൾക്കാർ, അതായത് ഒരു 60 വയസ്സിന് മേളിൽ 70 വയസ്സിന് മേളിൽ, ഉദാഹരണം നമ്മളെ മമ്മൂക്ക ഉൾപ്പെടെ 70 വയസ്സിന് മേളിലുള്ള ആൾക്കാരെല്ലാം ഇപ്പൊ നമ്മുടെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫേസ്ബുക്കിൽ ഒരുപാട് കമന്റ്, എനിക്കൊരു പേജ് ഉണ്ടായിരുന്നു. ആ പേജിനകത്ത് ഭയങ്കരമായിട്ട് തെറി വരൂടെ. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോ അങ്ങനെയാണ്, ചിലപ്പോൾ തെറി വിളിച്ചു പോകും. അങ്ങനത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനത്തെ രീതിയിൽ കമന്റ് വരുമ്പോൾ മെജോറിറ്റി ഞാൻ നോക്കുമ്പോഴും ഒരു 50 വയസ്സിന് മേളിലോട്ടുള്ള ആൾക്കാർ, 60 വയസ്സൊക്കെ ആൾക്കാർ, ഇവർക്ക് എന്തോ ഒരു മാനസിക വിഭ്രാന്തി പോലെയാണ് ഇവന്മാർ ഇങ്ങനെ കമന്റ് ഇടണം. ചില സമയത്തൊക്കെ പച്ചക്ക് തെറി വിളിക്കും. ഞാൻ വിട്ടൊന്നും കൊടുക്കില്ല, ഞാനും തിരിച്ച് പച്ചക്ക് തെറി വിളിക്കാറുണ്ട്. പിന്നെ അതൊരു നേരം പോക്കായി. പിന്നെ ആളിന്റെ എണ്ണം കൂടിയപ്പം ഒരുപാട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയതോടെ പിന്നെ ഞാൻ പരിപാടി നിർത്തി. യവന്മാർ വേറെ പണിയില്ലല്ലോ, അവന്മാർ എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ എന്നുള്ള ചിന്താഗതിയായി. അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഫേസ്ബുക്കിൽ നടക്കുന്നുണ്ട്. അപ്പം ആൾക്കാർ കമന്റ് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും വൃത്തികെട്ട കമന്റ് ഒക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ പൊക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതല്ല സത്യം. തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ യൂട്യൂബ്, നിങ്ങൾ എന്ത് ഫേക്ക് ഐ ഡി കൊണ്ടൊന്ന് ഉണ്ടാക്കിയാലും നിങ്ങളെ 100% ഒരു 2 മാസമെങ്കിലും കഴിഞ്ഞ് നിങ്ങളെ പൊക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇതുപോലെ 2 പേരെ പൊക്കുമ്പോൾ യുവമാർ പറയുന്ന ഒരു മാനസിക രോഗികൾ എന്നൊക്കെയാണ് പറഞ്ഞാലും നമ്മൾ അറിയാതെ കമന്റ് ചെയ്തെന്നൊക്കെ പറയാം. അതൊന്നും പറഞ്ഞൊരു കാര്യമില്ല. ഇതൊക്കെ 7 വർഷത്തോളം തടവ് ഏതെങ്കിലും ജയിലിൽ കിടന്ന് തട്ടവാനുള്ള ഒഫൻസ് ആണ് ഈ സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് കമന്റ്സ് ഒക്കെ ഇടുമ്പോൾ വളരെ അധികം സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ഇതേപോലെ സെക്ഷൽ ഹറാസ്മെന്റ് പോലത്തെ കമന്റ്സ് ഒക്കെ ഇടുമ്പോൾ വളരെ അധികം സൂക്ഷിക്കുക. നിങ്ങൾ ഉറപ്പായിട്ടും വിലങ്ങിൽ വീഴും.